ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗൈസ് ഫുഡ് ചലഞ്ച് ആണ്. വേറൊന്നുമല്ല, A to Z 26 അക്ഷരങ്ങൾ. ഈ A to Z 26 അക്ഷരങ്ങളിൽ വെച്ചുള്ള ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഇന്ന് വൈശാഖ്. ഇപ്പൊ നമ്മൾ രണ്ടാളും തമ്മിലായിരിക്കും പോര്. റെഡിയാണോ? അപ്പോൾ ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻ നമ്പർ 1, 1 മണിക്കൂർ സമയമുള്ളൂ. നമ്പർ 2, ഈ ഫുഡൊക്കെ കഴിക്കാനുള്ള ആകെ ബഡ്ജറ്റ് 500 റുപ്പീസ് ആണ്. ഇതിൽ വിന്നർ ആവുന്ന ആൾക്ക് 5000 റുപ്പീസ് ക്യാഷ് പ്രൈസ് ആണ്. അപ്പൊ തുടങ്ങാല്ലേ? വെച്ചിട്ട് അവലോസ് ഉണ്ടോ? ഓയ്, ഹലോ, ഒരു അവലോസ് ഉണ്ടോ? ഇത് എന്നാ അട മതി. അട ഇതെന്താടയാ? വേണ്ട, ഇത് ഈ അട തന്നെ തിന്നാൻ പറ്റുന്നില്ല. ഒരു ബോണ്ട തരുമോ? ബോണ്ട ബി ബോണ്ട. ചിക്കൻ റോള് കഴിക്കാം. ചിക്കൻ റോള് ആദ്യം തന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. ഇതെല്ലാം കേറുവാവോ? കുറച്ച് വെള്ളം തരുമോ? ആളില്ല. അപ്പുറണ്ട് ഏട്ടാ, ഒരു സിംഗിൾ റോബസ്റ്റ് ചെയ്യാം. അങ്ങനെ 10 രൂപ ആവശ്യം. തരുമോ? 2 പീസായി തരുമോ? ഡൈനോയി വെച്ചിട്ടാ. ഞാനിപ്പോ തലശ്ശേരി എൻ്റെ ചങ്ങായിൻ്റെ അടുത്ത് ഒന്ന് പെട്ടിട്ടാണ്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്നെ പൊട്ടം കളിപ്പിക്കുന്നത്. നേരിലെ വീട്ടിലെത്തിയാ ഞാൻ വിളിക്കാട്ടാ. മുട്ട പറയടാ. ഈ വെച്ചിട്ടുണ്ടല്ലോ മുട്ട പച്ചക്ക് തിന്നു കഴിയാ. പച്ചമുട്ടിയാ അടിപൊളി. ആർന്ന് പെണ്ണുങ്ങളെല്ലാം നോക്കുന്ന നാല് മുട്ടടിയല്ല തപ്പ്. ഇനി എച്ച് ഹലുവ എന്നാ ഹായ ഹൽവ. ഹൽവ കഴിക്കാം. ബ്ലാക്ക് എടുത്തോ, കഷ്ടം മതിട്ടാ. ഇന്ന് കുറേ സാധനം കഴിക്കാണ്ട്. ഇത് പൈസ പോ. അപ്പൊ ഹൽവ ടേസ്റ്റ് ഒക്കെ ഇനി പൈസ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ബഡ്ജറ്റ് ഇന്നലെ നമുക്ക് കമ്മിയാക്കാൻ പറ്റും. അയിലെന്നല്ലേ എന്നാടാ പറഞ്ഞാടാ, സഹായിക്കടാ. ഐസ്ക്രീം. എടാ, ഹോർലിക്സ് ചെറുത് വേണം. ഐസ്ക്രീം
ജിം ജാം 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 ഓക്കെ ബ്രോ ജാമില്ലേ ജാം ജാം ചെറുത് വാങ്ങിയ ഇതാണ് പച്ചക്ക കഴിക്കാൻ പോകുന്നത്. പറഞ്ഞു കിറ്റ്കാറ്റ് ചെറിയ ലിറ്റിൽ ആർട്സ് എല്ലാവരും എത്തി. സമയം എത്രയായി ഏകദേശം? മിൽക്കി ബാർ അങ്ങനെ ക്യൂ വെച്ചിട്ടുള്ള സാധനം കിട്ടി. കുക്കർ റോഡ്സ് ജാമ് കഴിച്ചപ്പോ വേറെ എന്തോ ആയിടാ. എന്നാ വേണ്ട എന്നെ ആ പീക്കെന്നാ ഇത് എരിവുള്ള എന്തെങ്കിലും കിട്ടുന്ന സാധനം ഉണ്ടോ പീ കൊണ്ട്? നല്ല സ്മൂത്ത് കപ്സ് കേട്ടോ. ക്യൂ നമുക്ക് അപ്പുറം നോക്കാം, ഇവിടെ ഇല്ല, ക്യൂവിൻ്റെ ഒന്നുമില്ല. ഓട്സ് നോക്കാൻ വിചാരിച്ചു, പക്ഷെ ഓട്സും ഇല്ല ഇവിടെ. ചേച്ചി ചെറിയ യൂണിക് ജ്യൂസ് കിട്ടണ്ട നമ്മൾ ചായച്ച് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഷുഗർ ഒന്ന് എത്തും. ക്യൂ ആറും ഇവിടെ ഇല്ല, എനിക്കൊന്നും കിട്ടിയിട്ടുമില്ല. ഓട്സ് കിട്ടീന് 6നെ കൊണ്ട് തപ്പ. 6 എസ് സമൂസ. വി ഇതാ അടുത്ത ഓടാ ഡബ്ല്യു വാട്ടർ. അത് നേരത്തെ ഞാൻ കണ്ടുവച്ചതാ. എക്സ് തപ്പി ഏടിയില്ല. ലോകത്തുള്ള ഏടി എക്സ് കിട്ടൂല. ഗൂഗിൾ അമ്മായി വരെ ചോദിച്ചു, ഗൂഗിൾ അമ്മായി വരെ എക്സ് കാണിച്ചിരുന്നില്ല. മിക്കവാറും എക്സ് ഒഴിവാക്കേണ്ടി വരും ഗൈസ്. അപ്പൊ നമ്മള് ബില്ലടിച്ചോ? അല്ല 290 259. ബാക്കി മറ്റൊന്ന് തിന്നതാ. അപ്പൊ ഇനി എക്സ് വൈ ഇസഡ് പിന്നെ ടി ആറ്. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. സമയത്തിലുള്ളേ 15 മിനിറ്റാ. ഓ അങ്ങനെ 6ഉം കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗ്യാസ്. സമയ പതിനൊന്ന് മിനിറ്റാ. ഇനി വൈയും സെറ്റും അല്ലേ? എക്സും എക്സ് വൈ സെറ്റ്. ഇതെല്ലാം തിന്നിട്ട് ഇത് എന്തിനാ കുടലിലേക്ക് എത്തില്ലേ പോന്നേ? നടക്കണ ഇതൊന്നും കുടിക്കട്ടാ. കുറച്ച് സമയോ നീ ഓനോട് പറയണ്ട. ജഡ്ജും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. എന്താ ജഡ്ജും കൂടാ? അവിടെ ജഡ്ജും കൂടെ കഴിഞ്ഞടാ. എടാ ഇതെല്ലാം ഞാൻ തിന്നണം. ഇത്രയും സാധനം ഞാൻ തിന്നണം. ഇപ്പൊ ആളെയിരിക്കും മറ്റേ വെച്ച് വെക്കാൻ വെച്ചാ
ഉറപ്പാ ഏതെടുത്താലും 1-ന് 10. എഫ് ഏതേനു തണുപ്പ് കുറവാണ്. അതൊരു മുഖത്തൊരു ഭാവം വരാണ്ട് എത്ര നേരം പിടിച്ചത്. എന്നെ അവിടുന്ന് ഇഞ്ചിയെല്ലാം തിരിച്ചിട്ട് ഞാൻ പോച്ചനെടുത്തിട്ട് ഓടുന്ന ബീഡി. എല്ലാരും തന്നെ നോക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും പട്ടാളി. കൊള്ളണ്ട. വല്ലജി ഗൈസ്, വല്ലജി. ബീറ്റ മെറിഗോൾഡ്. അങ്ങനെ ലാസ്റ്റ് പീസ് W അവിടെ ഞാൻ അവസാനിപ്പിച്ചു. എക്സിന്റെ സാധനം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവിടെ അവസാനിപ്പിച്ചു. കുറെ തെരഞ്ഞ് കിട്ടിയിട്ടില്ല, അവസാനിപ്പിച്ചു. എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുമ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ പട്ടിണി കിടന്നിട്ട് വരിക. ഉച്ചക്ക് ചോറും കഴിച്ച് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ തിന്നാനാവില്ല, കുടിക്കാനാവില്ല, ഇതേപോലെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒരാളിതാ കയറി വരുന്നുണ്ട്. ക്ഷീണിച്ച് അവശനായി വരുന്നതാ. എന്തായി നിങ്ങളുടെ അവസ്ഥ? എന്തായി ഇങ്ങോട്ടോ? സത്യം പറയണോ, ഉടായിപ്പൊന്നും കളിക്കരുത്. ഡബ്ല്യു വരെ എക്സ് കിട്ടിയില്ല, എക്സ് ആർക്കും കിട്ടിയില്ല. ഭാഗ്യോ. അയ്യോ. അപ്പോ വൈ കണക്ക് കിട്ടി, സെറ്റ് കിട്ടിയില്ല. തോറ്റാ? പണിയായ പാവം കേസ്, പാവം. ഞാൻ സംഭവം ഒന്നും പറയാണ്ട് കൂട്ടിക്കൊണ്ടു വന്നേ. ഇവിടെ വന്നിട്ടാണ് ഞാൻ ഫുഡ് ചാലഞ്ചാന്ന് പറഞ്ഞത്. മുപ്പര് ചോറെല്ലാം തിന്നിട്ട് വന്നതാണ്. നോക്കുമ്പോ ആകെ എന്തോ ആയെന്ന് തോന്നിട്ടാ. അപ്പൊ കേസ് വിന്നർ ഞാനാണ്. തോറ്റ് പിന്മാറിയിരിക്കുകയാണ് വൈശാഖ്. അപ്പൊ വൈശാഖ്, അടുത്ത വീഡിയോയിൽ വൈശാഖിനെ എനിക്ക് കാണുമെന്ന് ഡൗട്ടാ. അപ്പൊ ഓക്കെ ഗേസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.